കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നത് കോൺഗ്രസ് ആരോപിക്കുന്നു. ഇതിനെ എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും കേരളത്തിന്റെ പൊതുകടം കടത്തിൽ നിന്ന് കടത്തിലേക്കും കടക്കണിയിലേക്കും സംസ്ഥാന സർക്കാർ പോകുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും PR വർക്കുകളിലൂടെ മൂന്നാം ഭരണത്തിന് സംസ്ഥാന സർക്കാർ കോപ്പുകൂട്ടുന്നത്. അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം. ഇനി വികസന സദസ്സുമായി മുഖ്യമന്ത്രി 14 ജില്ലകളിലേക്കും എത്തുകയാണെന്ന വാർത്ത പുറത്തു വരികയാണ്. ഈ വികസന സദസ്സ് 14 ജില്ലകളും നടത്തണമെങ്കിൽ കോടിക്കണക്കിന് രൂപ PR വർക്കിന് വേണ്ടി മാത്രം, അതായത് പരസ്യത്തിന് വേണ്ടി മാത്രം സർക്കാർ ചെലവഴിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കേരള ഏറ്റവും വലിയ കടക്കണിയിൽ കോടികളാണ് ഓരോ മാസവും ശമ്പളം നൽകാനും കേരളത്തിന്റെ മറ്റാവശ്യങ്ങൾക്കുമായി കടമെടുക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് PR വർക്കിന് വേണ്ടി സർക്കാർ ഇത്രത്തോളം രൂപ ചെലവഴിക്കുന്നതെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ പൊതുഖജനാവിലേക്ക് വരുമാനം എത്തുന്നില്ല, പക്ഷേ ചെലവ് വർദ്ധിക്കുകയാണ്. കേരളത്തിന്റെ ആകെ വരുമാന മാർഗം ലോട്ടറിയും മദ്യവുമാണ്. ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നും ലഭിക്കുന്ന പണം കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന വലിയ ചോദ്യം ഉന്നയിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് സർക്കാർ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച് കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സ്വന്തമായി കാർഷിക ഉൽപ്പന്നങ്ങളില്ല, വ്യവസായങ്ങളില്ല, ചെറുകിട കച്ചവടക്കാരില്ല. കേരളത്തിലാകെയുള്ളത് മദ്യവും ലോട്ടറിയുമാണ്. മദ്യവും ലോട്ടറിയും കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കുകയാണ് ഞങ്ങൾ മദ്യം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ലോട്ടറി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സർക്കാർ ബിഗ് സൂറായി മാറും. പക്ഷേ കേരളത്തിൽ സർക്കാരിന്റെ ദൂർത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുഖം വെച്ചുള്ള ഫ്ലക്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും ഓരോ കിലോമീറ്റർ ഇടപെട്ട് സ്ഥാപിക്കാനും ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും പരസ്യം നൽകാനും റേഡിയോയിൽ പരസ്യം നൽകാനും യാതൊരു പ്രശ്നവുമില്ല. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സോഷ്യൽ മീഡിയ, ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ കൈകാര്യം ചെയ്യാൻ കോടിക്കണക്കിന് രൂപ ഉപയോഗപ്പെടുത്തിയാണ് ആളുകളെ വെച്ചിരിക്കുന്നത്. ഇതെല്ലാം സാധാരണക്കാരന്റെ നികുതി പണമാണ്. അതുമാത്രമല്ല, ഈ വികസന സദസ്സിന്റെ പേരിൽ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. നേരത്തെ ഒരു വികസന യാത്ര കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അന്ന് ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ബസ് പ്രത്യേക രൂപകൽപ്പന നടത്തി യാത്രയുടെ മറവിൽ രാഷ്ട്രീയ എതിരാളികളായ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരുടെ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ തലയടിച്ചു പൊളിക്കാനാണ് യാത്ര ഉപയോഗപ്പെടുത്തിയല്ലാതെ ഈ യാത്ര കൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഗുണമുണ്ടോ എന്ന് മുഖ്യമന്ത്രി തുറന്നു പറയാൻ തയ്യാറാകണം. നേരത്തെ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി 14 ജില്ലകളും ജനസമ്പർക്ക പരിപാടികൾ നടത്തിയിരുന്നു. ആ ജനസമ്പർക്ക പരിപാടിയിൽ ഉമ്മൻചാണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരന്റെയും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് കടന്നു ചെന്ന് തങ്ങളുടെ പ്രശ്നങ്ങൾ, അതൊരു ചെറിയ നികുതി സംബന്ധമായ, ഒരു ഭൂനികുതി സംബന്ധമായ പ്രശ്നം മുതൽ ഒരു ചികിത്സാ ചെലവാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വിഷയം, ഏത് വിഷയവും അദ്ദേഹത്തിന് മുന്നിൽ പറയാനും അതിന് അദ്ദേഹം അവിടെ വെച്ച് പരിഹാരം നിർദ്ദേശിക്കുന്ന സംവിധാനം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം നേടിയ കേരളത്തിന്റെ ഏക മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. അങ്ങ് അറേബ്യയുടെ മണലാരണ്യത്തിൽ നിന്ന് അവാർഡ് വാങ്ങി കേരളത്തിലേക്ക് തിരിച്ചെത്തിയ ഉമ്മൻചാണ്ടിയെ പൂമാലകൾക്ക് പകരം കല്ലേറ് കൊണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടി CPM ഇപ്പോൾ ഇതേ രൂപത്തിൽ ഉമ്മൻചാണ്ടിയുടെ അതേ കോപ്പി അടിച്ച് വികസന സദസ്സ് നടത്തുകയാണ്. ഈ വികസന സദസ്സിന് കോടികൾ ചെലവിടുമ്പോൾ ആ കോടിക്കണക്കിന് രൂപ AKG സെന്ററിൽ നിന്ന് എടുത്തല്ല ചെലവഴിക്കുന്നത്. ഞാനും ദേവികയും ഉൾപ്പെടുന്ന ആളുകൾ നൽകുന്ന നികുതി പണം കൊണ്ടാണ് ഈ തൂർത്തും ഈ പരസ്യവും നൽകുന്നതെന്ന് പറയുമ്പോഴാണ് സംസ്ഥാനത്ത് CPM അധികാരത്തിൽ വരാൻ എന്തിനാണ് ജനങ്ങളുടെ നികുതി പണം എടുക്കുന്ന ഒരു ചോദ്യം ഉയരുന്നത്. കോൺഗ്രസ് പറയുന്നത് പൊള്ളയായ വാഗ്ദാനം. സംസ്ഥാന സർക്കാർ ഒരുപാട് വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ ഇല്ലാതാക്കും, യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാൻ ശ്രമിക്കും, വൻകിട IT സ്ഥാപനങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവരും, നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റും, ടൂറിസം രംഗത്ത് കേരളത്തെ ഒന്നാം നിലയ്ക്കുള്ള സംസ്ഥാനമാക്കി മാറ്റും, കേരളത്തിന്റെ റോഡുകളും പാലങ്ങളും ദേശീയ നിലവാരത്തിനോടും അന്തർദേശീയ നിലവാരത്തിനോടും കിടപിടിക്കുന്ന രൂപത്തിൽ മാറ്റും. ഇങ്ങനെ നിരവധിയായ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ചെറിയ ചെറിയ വാഗ്ദാനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വാഗ്ദാനങ്ങൾ. ഏതെങ്കിലും ഒരു വാഗ്ദാനം 100% സംസ്ഥാന സർക്കാർ നിറവേറ്റിയോ എന്നൊരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ സർക്കാരിന് പറയും പാലവും റോഡും യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായി പാലവും റോഡും വരുന്നുണ്ട്. അവിടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിന്റെ റോഡുകൾ നമ്പർ 1 റോഡുകളാണ്. നിലവിൽ നമ്പർ 1 റോഡുകളല്ല, ആ ദേശീയപാതയുടെ പണി കഴിഞ്ഞാൽ നമ്പർ 1 റോഡുകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിലവിൽ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ്. എന്നും വേണ്ട എറണാകുളത്തെ ഇടപ്പള്ളി മുതൽ തൃശൂർ മണ്ണുത്തി വരെയുള്ള ദേശീയപാത മറികടക്കണമെങ്കിൽ, കടന്നു പോകണമെങ്കിൽ, അത് പാലിയേക്കര ടോള് പ്ലാസ കഴിയണമെങ്കിൽ 3.5 മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ട് ഉഴലേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുള്ളത്. റോഡിന്റെ സ്ഥിതി അവിടെ മാറ്റിവെക്കട്ടെ. എവിടെയാണ് IT ഹബുകൾ കേരളത്തിൽ തുറന്നത്? പാലങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു. നേരത്തെ UDF സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ പാലാരിവട്ടം പാലത്തിന്റെ പേരിൽ ഒരു മന്ത്രിയെയും അതോടൊപ്പം തന്നെ UDF സംവിധാനത്തെയും ഒന്നടങ്കം അധിക്ഷേപിച്ച അതേ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ
ഏറ്റവും അവസാനം കൊയിലാണ്ടിക്കടുത്ത് തോരായിക്കടവത്ത് പാലം നിർമ്മാണത്തിലിരിക്കുന്ന പാലം തകർന്നു വീണു. മുഹമ്മദ് റിയാസ് അന്വേഷണം പ്രഖ്യാപിച്ചു. പൊതുമരാമത്ത് മന്ത്രി മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ മേഖലയിലും പൊള്ളയായ വാഗ്ദാനം നൽകി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി, തട്ടിപ്പ് നടത്തി, അനർട്ടുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ സൗരോർജ്ജ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്ന അനർട്ടുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവും ഹരിപ്പാടിന്റെ MLA-യുമായ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഇങ്ങനെ നിരവധിയായ ആരോപണങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുമ്പോഴും ഒന്നിനും മറുപടിയില്ലാതെ PR വർക്കിലൂടെ പുറംപോളിഷ് നടത്തി തങ്ങളുടെ മുഖം ബ്യൂട്ടി പാർലറിൽ പോയി വികൃതമായ മുഖം ഫേഷ്യൽ ചെയ്ത് വെളുക്കി മിനുപ്പിച്ച് ലിപ്സ്റ്റിക് ഇട്ട് വന്നാൽ വീണ്ടും കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാമെന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരായ ജനങ്ങളാണ്, പ്രബുദ്ധരായ വോട്ടർമാരാണ്, സാക്ഷര സമ്പന്നമായ സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ കേരളത്തിലെ ജനങ്ങൾക്ക് പറ്റിയ വിഡ്ഢിത്തം ഇനി ആവർത്തിക്കില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഉയർത്തിക്കാണിക്കുന്ന നിലപാട് കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ച PSC നിയമനത്തിന്റെ അപ്രഖ്യാപിത നിയമന നിരോധനം കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ CPM-നോ അല്ലെങ്കിൽ സർക്കാരിനോ കഴിയില്ല. യുവാക്കൾ, അഭ്യസ്തവിദ്യരായ യുവാക്കൾ PSC പരീക്ഷയ്ക്ക് പഠിച്ച് PSC സെന്ററുകളെ ആശ്രയിച്ച് രാവിലെ മറ്റ് ജോലി ചെയ്ത് രാത്രി PSC കോച്ചിങ് സെന്ററിലെ നൈറ്റ് ക്ലാസ്സുകളിൽ പോയിരുന്ന് പഠിച്ച് ഏതെങ്കിലും ഒരു റാങ്ക് ലിസ്റ്റിലെത്തി ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് മഴയ്ക്കായി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് കാത്തിരിക്കുമ്പോൾ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൃത്യമായ നിയമനം നടത്താതെ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കപ്പെടുന്ന സാഹചര്യം അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്ന സാഹചര്യം, ഒഴിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പിൻവാതിലൂടെ DYFIയുടെയും SFIയുടെയും കൊടിപിടിക്കുന്ന ആളുകളെ സർക്കാർ സർവീസിലേക്ക് തിരികെ കയറ്റുന്ന സമീപനം, ഇതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിൽ കോടികളുടെ കടം കൊണ്ട് കേരളം മുടിങ്ങിട്ടും കേന്ദ്രത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കോടിക്കണക്കിന് രൂപ ശമ്പളം നൽകാൻ, ഓണത്തിന് ശമ്പളം നൽകണമെങ്കിൽ കോടികൾ കടമെടുക്കേണ്ട സാഹചര്യം, ഓണത്തിന് പെൻഷൻ നൽകാൻ കോടികൾ കടമെടുക്കേണ്ട സാഹചര്യം, കോടികൾ കടമെടുത്ത് പെൻഷൻ നൽകി ആ നൽകുന്ന പെൻഷൻ PR വർക്കിലൂടെ സംസ്ഥാന സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ, ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ സർക്കാർ ഉപയോഗിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാറിന്റെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഏറെക്കാലമായി KSRTCയിലെ ജീവനക്കാർക്ക് അവർക്ക് ഓണത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷങ്ങളിലോ കൃത്യമായ ശമ്പളമോ ബോണസോ ലഭിക്കാറില്ല. അവർക്ക് ശമ്പളം ലഭിക്കണം, കൃത്യമായ സാഹചര്യത്തിൽ സമയത്ത് ശമ്പളം ലഭിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ഇന്ന് ഗണേഷ് കുമാർ മന്ത്രി പറയുകയാണ്, നിങ്ങൾക്ക് ശമ്പളം തരാതെ ഞങ്ങൾക്ക് ഓണം ആഘോഷിക്കാൻ കഴിയില്ല ഇടതു സർക്കാരിന്. ഇത്രയും കാലം 5ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഇടതു സർക്കാരിന് ഈ ഓണം വന്നപ്പോഴാണോ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന് ബോധ്യം വന്നെന്ന് ഗണേഷ് കുമാറിനോട് ആരെങ്കിലും ചോദിച്ചാൽ ഗണേഷ് കുമാറിന് അതിന് മറുപടി പറയണം. ഗിമ്മിക്കുകൾ മാത്രമാണ്. ഗണേഷ് കുമാറിന്റെ തൊട്ടു മുമ്പുണ്ടായിരുന്ന 2.5 വർഷക്കാലം ഭരിച്ചിരുന്ന ആന്റണി രാജു ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായപ്പോഴും KSRTC സ്ഥിതി തന്നെയാണ്. ലോൺ എടുത്ത് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. KSRTC-കാരന് മാത്രമല്ല, ജോലി എടുക്കുന്ന എല്ലാവർക്കും കൃത്യമായി ശമ്പളം കിട്ടണം. പക്ഷേ കടമെടുത്ത് ശമ്പളം കൊടുത്ത് ആ കടമെടുക്കുന്ന പണം കൊണ്ട് തന്നെ ഈ ശമ്പളം കൊടുത്ത് ഇതിന് PR വർക്ക് നടത്തി പരസ്യം നൽകുന്ന തരത്തിലേക്ക് സർക്കാർ അധപ്പതിച്ചിരിക്കുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇനി വികസന സദസ്സ് നടത്താൻ പോകുക 14 ജില്ലകളിലും വികസന സദസ്സ് കേരളത്തെ അങ്ങ് വികസിപ്പിക്കാനല്ല, വീണ്ടും പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കോ അധികാരത്തിൽ വരണം. അധികാരത്തിൽ വരാനുള്ള ഗിമ്മിക്കുകൾ മാത്രമാണ് ഇവിടെ സർക്കാർ നടത്തുന്നത്. അതിന് കോടികൾ കടമെടുത്ത് ചെലവഴിക്കുകയാണ്. ഈ കോടികൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ലാഭമുണ്ട്? അല്ലെങ്കിൽ കേരളത്തിലെ ഇന്നും അരിയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ മാസം 1 കിലോ റോസ് അരിക്ക്, ബിരിയാണി അരിക്ക് 110 രൂപ ഉണ്ടായിരുന്നു. ഇത് 220-ഉം 230-ഉം കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് കേരം തെങ്ങും കേരള നാട്ടിലെ വെളിച്ചെണ്ണയ്ക്ക് 500 രൂപയിൽ എത്തിയിരിക്കുന്നു. പൊതുവിപണിയിൽ ഇടപെടാൻ കഴിയാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പൊതുമാർക്കറ്റിൽ ഇടപെടാൻ കഴിയാതെ മാവേലി സ്റ്റോർ വഴിയോ റേഷൻ കട വഴിയോ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യ സാധനങ്ങൾ നൽകാൻ കഴിയാത്ത സർക്കാർ പരസ്യത്തിന് കോടികൾ ചെലവഴിക്കുന്നു. ഓണം വാരാഘോഷം നടത്താൻ കോടികൾ ചെലവഴിക്കുന്നു. ഓണം വാരാഘോഷം നടത്തണം, ടൂറിസം കേരളത്തിൽ വികസിക്കണമെന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ കോടികളുടെ മാമാങ്കം നടത്തി സർക്കാരിന്റെ PR വർക്ക്, അതിന്റെ ഏറ്റവും മികച്ച ഏജൻസികളെ കൊണ്ടുവന്നാണ് PR വർക്ക് നടത്തുന്നത്. ആ PR വർക്ക് നടത്താൻ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിക്കുന്നു. കേന്ദ്രത്തിൽ നിന്ന് കോടികൾ കടമെടുത്ത് ആ പണം കൊണ്ട് PR വർക്ക് നടത്തുന്നു. ഇത് ഒരു സർക്കാരിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫുൾ ഫിഗർ ഫോട്ടോ, മന്ത്രിമാരുടെ തല മാത്രമുള്ള ഫോട്ടോ വെച്ച് കാസർഗോഡ് മഞ്ചേശ്വരം തലപ്പാടി ചെക്ക് പോസ്റ്റ് മുതൽ കളിക്കവള ചെക്ക് പോസ്റ്റ് വരെയുള്ള കേരളത്തിന്റെ അതിർത്തി, വടക്കേറ്റത്തെ അതിർത്തി മുതൽ തെക്കേറ്റത്തെ അതിർത്തി വരെ ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് എന്ത് ഗുണമുണ്ടാകുമെന്നൊരു ചോദ്യം കോൺഗ്രസ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം
നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കേരളത്തിലെ ജനങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ്. നാളെ മുതൽ ഞങ്ങൾ മദ്യപിക്കുന്നില്ല, ഞങ്ങൾ ലോട്ടറി എടുക്കുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്താൽ മറ്റന്നാൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിച്ചച്ചട്ടിയുമായി റോഡിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാവും. കാരണം ലോട്ടറിയും മദ്യവുമാണ് സർക്കാരിനെ പിടിച്ചു നിർത്തുന്നത്. ആ ലോട്ടറിയും മദ്യം കൊണ്ട് മാത്രം പിടിച്ചു നിർത്തിയാൽ പോരാ. കേരളത്തിലെ യുവാക്കൾക്ക് ജോലി നൽകണം, കേരളത്തിലെ കർഷകർക്ക് അവർക്ക് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരം ഒരുക്കി നൽകണം. വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ കൊടികുത്തുകയല്ല വേണ്ടത്, വ്യവസായങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകണം. അതോടൊപ്പം തന്നെ കടമെടുത്തുകൊണ്ടുള്ള ധൂർത്ത് ഇനിയെങ്കിലും അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാവണം.